ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ ഒരു സീരിയസ് കാര്യം സംസാരിക്കാൻ വന്നതാണ്, ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. ഇംഗ്ലീഷ് സംസാരിക്കണമല്ലോ, നമ്മളിപ്പോൾ ഇംഗ്ലീഷല്ലേ, ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് മക്കളെ. അപ്പം നമ്മുടെ ചാനൽ ആരോ മോഷ്ടിച്ചിക്കണം. അത് സെലീന കെ എന്നുള്ള ചാനൽ, എൻ്റെ ചാനലല്ല. അത് ഫേക്കായിട്ടുള്ള ഐഡിയ കൊടുത്തിട്ട് നമ്മുടെ ചാനൽ മോഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഇതാണ് മക്കളെ. ഈ ചാനലിൽ പോയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ഇത് ഫേക്കായുള്ള അക്കൗണ്ടാണ്. എൻ്റെ പേര് വെച്ച് എൻ്റെ പേര് ഫോട്ടോ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതാരും ഫോളോ ചെയ്യരുത് കേട്ടോ. ദയവ് വിചാരിച്ചിട്ട് ഇതാരും ഫോളോ ചെയ്യരുത്. ഇത് എൻ്റെ അക്കൗണ്ടല്ല, ഇതാരോ തട്ടിപ്പ് അക്കൗണ്ടാണ്. എൻ്റെ അക്കൗണ്ടല്ല കേട്ടോ. ഈ സെലീന കെ എന്നുള്ള എൻ്റെ അക്കൗണ്ടാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകണ്ട. ഇത് ഫേക്കായിട്ടുണ്ടാക്കിയ ആരോ കളിച്ച കളിയാണ് മക്കളെ. അത് രംഗത്ത് കൊണ്ടുവരാനാണ് ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ വീഡിയോ എടുത്തിട്ട് ആരെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇത് വെച്ചിട്ട് ഒരു ഫേക്കായിട്ടുള്ള ഐഡിയ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ പരിപാടി ഇട്ടുള്ളത്. കണ്ടില്ല നിങ്ങൾ? ഓർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓല് ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് നടപടിയിലേക്ക് പോകുമല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നടപടി എടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒരാൾ ഐഡിയ വെച്ചിട്ടല്ല ഒരാൾക്ക് റീച്ച് ഉണ്ടാക്കൽ. അത് എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം എവിടുന്ന് പഠിഞ്ഞതാണ് മക്കളെ? എന്ത് കാര്യത്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണിത്? ഒരാൾ ഐഡിയ വെച്ചിട്ട് ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യാൻ പറ്റൂല. അതെങ്ങനെയായാലും അതൊരു ചതി തന്നെയല്ലേ. ഞാനാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവരെ പോയി സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഞാനല്ല, എന്നെ വെച്ചിട്ട് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു അക്കൗണ്ടാണ്. എൻ്റെ ഫോട്ടോ വെച്ചിക്കണ്, അതുപോലെ എൻ്റെ ഞാടുന്ന വീഡിയോസും കട്ടെടുത്തിട്ടാണ് അവരെ പരിപാടി. അപ്പം മക്കളെ, ഇന്നലെ പേപ്പൂര് പോയപ്പോണ്ടേ കണ്ണട മേടിച്ചത് 50 രൂപ കണ്ണട കേട്ടോ. അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ, അടിപൊളി കണ്ണട. ഇത് കറുത്ത ഗ്ലാസ്സാണ്. ഇതിന് 50 ഉള്ളൂ. ഇവിടെയൊക്കെ ആണെങ്കിൽ 120 130 ഉണ്ടാവും. നല്ല സൂപ്പർ കണ്ണട. അവിടെ കുറച്ച് വില കുറവുണ്ടാവും. അടിപൊളി അല്ലേ? നമ്മൾ ഈ കണ്ണിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ണട വെക്കണം. അല്ലാതെ സ്റ്റൈലല്ല കേട്ടോ. എനിക്ക് വെയിലത്ത് നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു തീരെ എനിക്ക് പറ്റില്ല. അതാണ് ഈ കണ്ണട വെക്കാനുള്ള കാരണം. കണ്ണട വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനൊരു കുളിർമയും കിട്ടും, പക്ഷേ കണ്ണ് വെയിൽ പൊളിക്കുകയും ചെയ്യില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ കണ്ണട വെക്കാനുള്ള ചാൻസ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് പറയാനാണ് വന്നത്. അപ്പോൾ എൻ്റെ അക്കൗണ്ടാണെന്ന് വെച്ചിട്ട് നിങ്ങളത് ഫേക്ക് അക്കൗണ്ടിൽ സപ്പോർട്ട് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പോവണ്ട. അത് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ മുന്നിൽ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് റിപ്പൻത്? കുട്ടികളൊക്കെ ഇടണവന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും ചായ കുടിച്ചോ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടോ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകളെ നമ്മൾ ഇന്നലെ നമുക്ക് ബോട്ട് യാത്രയൊക്കെ നമ്മൾ സുഖമായിട്ട് ബോട്ട് യാത്രയൊക്കെ ചെയ്ത് നമ്മളെ കട്ട ചങ്കുകളാണ് കേട്ടോ നമ്മളെ ഇതിനൊക്കെ. അതായത് എന്നുവെച്ചാൽ എല്ലാവരും സപ്പോർട്ടും നമ്മളെ ഫാൻസ് ആയതുകൊണ്ട് തന്നെയാണ്. നമ്മളെ പേപ്പറിൽ പോയപ്പോൾ ആരും നമ്മളത്ര അറിഞ്ഞില്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടോ. ചാലിയത്തിലാണ് നമ്മളെ കട്ട ചങ്കുകളുള്ളത് കേട്ടോ. അവർ ഫ്രീ ആയിട്ട് നമ്മളെ എന്നുവെച്ചാൽ ഫ്രീ ആയിട്ട് ബോട്ടിലൊക്കെ കയറി എല്ലാവരും. ഒരു ബോട്ട് 3 ബോട്ട് കയറി കേട്ടോ. 3 ബോട്ടിലാണ് കയറിയത്. മറ്റേ ഒരു ചെങ്കാരെന്ന് പറഞ്ഞിട്ടൊരു ബോട്ടല്ല, ഈ ചെങ്കാരി അങ്ങനെ ഒരു സാധനം ഉണ്ടോ, എനിക്കറിയാൻ പറ്റില്ല.
അപ്പോൾ അതിൽ ഈ വണ്ടികളൊക്കെ കൊണ്ടുവരുന്ന ഒരു വഞ്ചി പോലൊരു സാധനം, വല്ല കാറും അല്ല ബസ്സും വലിയ ബസ്സൊക്കെ കൊണ്ടുവരുന്ന സാധനം കേട്ടോ. പിന്നെ രണ്ടെണ്ണത്തിൽ ഞങ്ങൾ കയറി. മൂന്ന് ബോട്ടിൽ കയറി. നാലാമത്തെ ബോട്ടിൽ കയറാൻ അവർ കുറേ നിർബന്ധിച്ചു. പക്ഷേ ജെസ്സി ഒന്നും അത് വഴങ്ങില്ല. ജെസ്സിക്ക് കല്ലുമ്മക്കായ മറ്റേതെന്ന് പറഞ്ഞിട്ട് മണ്ടി. ജെസ്സി ഓലൊക്കെ അപ്പം നേരം വെക്കുക. ഞാൻ എന്തേലും കയറാൻ പോയപ്പോൾ കയറുന്ന അത് കണ്ടപ്പോൾ അപ്പോൾ എനിക്കത് അവർ ഫ്രീ ആയിട്ട് നമ്മളെ കട്ട ചങ്കുകൾക്ക് നമുക്ക് ഒരുക്കി തന്ന ഒരു ബോട്ട് യാത്രയാണ്. അത് അവർ സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്തു. ഇങ്ങനെയുണ്ട് ഈ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ്. വളരെ റെഡ് കളർ ഷെയ്ഡാണ് കേട്ടോ. എനിക്കാണെങ്കിലോ ലിപ്സ്റ്റിക്കിൻ്റെ ചുണ്ട് എപ്പോഴും ഒന്ന് വളർത്തുകൊണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ തേക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ആദ്യം ഒന്ന് തേച്ചിട്ടൊന്ന് കഴുകി കളയും. അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ വായൻ്റെ ഉള്ളിലേക്കല്ലേ പോകുന്നത്. ലിപ്സ്റ്റിക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലൊക്കെ അറിയാം. പക്ഷെ ലിബാമും ഉണ്ട്, ഇള റോസ് കേട്ടോ, പലതുണ്ട്. പക്ഷേ ഒന്നിനൊരു ഒക്കെ നമ്മളെ കെമിക്കൽ ആടിയിട്ടുണ്ടാവുന്നതാണ്. നാച്ചുറലായിട്ട് ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയാലൊക്കെ മതി. അതിപ്പോൾ ആരും ചെയ്യില്ലല്ലോ. അതത്ര ഷെയ്ഡായിട്ട് കിട്ടൂല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നലെ ടൂറൊക്കെ അടിപൊളിയായി. പൊന്നു മക്കളെ, നമ്മളെ കട്ട ഫാൻസുകളൊക്കെ ഒക്കെ നമ്മളെ ഫാൻസുകൾ കേട്ടോ. സെലിത്താത്താന്ന് പറഞ്ഞിട്ട് ജീവൻ കളയായിരുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കട്ട ഫാനിൻ്റെ അവിടുന്ന് വീട്ടിൽ അടുത്ത വീട്ടിലെ സർവത്ത് തന്നായിരുന്നു. സർവത്ത് ഉണ്ടായിരുന്നു. ബിരിയാണി കഴിച്ച് പോകാൻ അപ്പോഴും ഇവർക്ക് പോകാനായിട്ട് ധൃതി പിടിച്ചിട്ട്. പക്ഷേ നമ്മളൊരു കാര്യം നമ്മൾ ഇരുന്ന് എന്തെങ്കിലും കുടിക്കുമ്പോഴത്തേന് വീഡിയോ എടുക്കുക. ഓലെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്നിനും സമ്മതിക്കാത്തൊരു അങ്ങനത്തെ ഒരു ഇതിലാണ് ഓലതെല്ലാതും കഴിഞ്ഞിട്ട് പിന്നെ ഓലത്ത് കഴിയുമ്പോൾ അപ്പോൾ അവർക്ക് നേരം വെക്കൂല. വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അപ്പോൾ അവർക്ക് പോകാൻ നേരം വെക്കി ധൃതി കൂട്ടി പോന്നു. എന്നിട്ട് കുറേ നടന്നു. ഓട്ടോറിക്ഷ വിളിച്ചാൽ ആർക്കും താല്പര്യമില്ല. ഞാനാണെങ്കിൽ ഉള്ളത് എൻ്റെ പൈസ കഴിഞ്ഞു ഇന്നലെ. നല്ല ചാർജായി. പൊറാട്ടക്ക് ചില്ലി ചിക്കനൊക്കെ ഒരുപാട് പൈസയായി. പിന്നെ ഇങ്ങോട്ട് വരണം എനിക്കാണ് ഓലിക്കായും കൂടുതൽ പൈസ ചിലവായിക്കണത്. എന്ന് വെച്ചാൽ 500 റുപ്യാണ് പെരിന്തൽമണ്ണന്ന് വൈകുന്നേരമായ 500 കൊടുക്കണം. അപ്പോൾ 1500 റുപ്യ എനിക്ക് ചിലവാണ്. എനിക്ക് എല്ലാം കാണാം, പൈസ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ സപ്പൂസിൻ്റെ കുട്ടികൾ ഈ 2 പൊറാട്ട കഴിച്ചേ. അപ്പോൾ പൊറാട്ട മേടിച്ച് ഞങ്ങൾ ചെറുക്കൻ 2 ഓൾക്ക് 2 ഓരോന്നും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഒന്നാലും ഉത്തര 385 റുപ്യയായി. പൊന്നു മക്കളെ, എത്ര പൈസ വെച്ചിട്ടാ. ഇപ്പോൾ ഒന്നിനും പുറത്ത് പോയാലും സാധനം വാങ്ങാനൊന്നും പൈസ നല്ലോണം വേണം. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോവാതിരിക്കില്ല. അല്ലെങ്കിൽ ഫുഡ് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരലാണ്. 385 റുപ്യയായി. ഈ 4-5 പൊറാട്ട മേടിച്ചു. പിന്നെ ഒരു ചില്ലി ചിക്കനും മേടിച്ചപ്പത്തിന് ഒരു 2 ചോറ് തിന്നേണ്ട പൈസ അടായി. ഒരു പൊറാട്ടക്കും 2 പൊറാട്ടയും ഒരു ചായക്കും ചില്ലി ചിക്കനും ഒന്നല്ല പോലും തരില്ല. ഓർക്കും തന്നെ പൈസ കിട്ടുന്ന കാര്യമല്ലേ മക്കളെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ടൂറ് പോയി. നമുക്കാണെങ്കിൽ കണ്ടതൊക്കെ വാങ്ങും വേണം. നമ്മൾ കുട്ടികളെ ഒരു മാളാണ്. നമ്മൾ ക്രീമും മറ്റേത് ഐസ്ക്രീമും ഒക്കെ പല്ല് വല്ലാതെ വേദനിക്കുമ്പോൾ കുത്തുമ്പോഴൊക്കെ തിന്നല്ലാതെ അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. അതൊന്നും ഒരാൾ ചോദ്യം ചെയ്യിക്കണ്ട. തിന്നാനെങ്ങനെ ജീവിക്കുക. നിങ്ങൾ എപ്പോഴും പല പ്രാവശ്യങ്ങൾ കമൻ്റ് ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തിന്നാതെ നിങ്ങൾ കാറ്റ് മുണങ്ങിയിട്ട് ഞങ്ങൾ ജീവിക്കാറ്. അത് എപ്പോഴും നിങ്ങൾ ഞാൻ കഴിക്കണതിന് എന്താ നിങ്ങൾക്ക് കുഴപ്പം മക്കളെ. അവനാർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനാണ് അവനാൻ ഈ ജോലി ചെയ്യണത്, കഷ്ടപ്പാട് സഹിക്കുന്നത്. ഒരു ചാണ് വയറിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളെന്തിനാണ് എൻ്റെ തടി കുറച്ചുകൂടെ അത് കുറച്ചുകൂടെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവരാരെ ഇഷ്ടമാണ്, അവരാരെ അവകാശമാണ്. അവരാർക്ക് എന്ത് തിന്നണം എന്ത് തിന്നാതിരിക്കണമെന്നും മറ്റുള്ളവർ കൈയേറല്ല വേണ്ടത്. നിങ്ങൾ അത് എനിക്ക് വാങ്ങിത്തരാൻ ഞാൻ മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിക്കണേന് നിങ്ങൾക്കൊന്നും പറയേണ്ട ആവശ്യമല്ല. അത് എൻ്റേത് മാത്രം കാര്യമാണ്. അതിലൊന്നും നിങ്ങൾ കമൻ്റ് ഇട്ടിട്ടൊന്നും അത് വഷളാക്കാൻ നിൽക്കണ്ട. പക്ഷേ നിങ്ങൾ കമൻ്റ് ഇട്ടോളി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൊടുത്തോളി, സബ്സ്ക്രൈബറും കൊടുത്തോളി.
പക്ഷെ നിങ്ങൾ ഈ ബാഡ് കമൻ്റ് ഇട്ടിട്ട് നമ്മളെ തളർത്താനൊന്നും നോക്കണ്ട. നമ്മളെ കൂടെ പടച്ചോണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തളർന്നാലും എൻ്റെ റബ്ബ് എന്നെ തളർത്തൂല. അതുകൊണ്ട് കട്ടക്ക് സപ്പോർട്ടായിട്ട് ഞാൻ മുന്നോട്ട് പോകും. നിങ്ങളെ മുന്നിൽ സെലു കിച്ചൺ ആരാ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല ഇതുവരെ. സെലു കിച്ചണിൻ്റെ ജീവിത മാർഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. സെലു കിച്ചനെ കളിയാക്കാനോ പരിഹസിക്കാനോ നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല. അതൊക്കെ പടച്ചോനടുത്ത് നിന്ന് നിങ്ങൾക്ക് ശക്തമായിട്ട് തിരിച്ചടി കിട്ടും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ. പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കണം, മറ്റുള്ളവരെ പരിഹസിച്ച് കമൻ്റ് ഇടണ ഈ കൈ ഉണ്ടാവുമല്ലോ, അത് ഒരു ദിവസം ഒടിയും. എന്ന് വെച്ചാലേ നിങ്ങൾ എഴുതുന്ന ഈ കമൻ്റ് ഉണ്ടല്ലോ, അത് എത്രമാത്രം വിഷമം കയറിയ കമൻ്റാണ്. ഇന്നലെ ഒരു കമൻ്റ് ഇട്ടിരിക്കണം ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു ഒരു ബർത്ത്ഡേ വിഷയം ചെയ്തിരുന്നു. അതിൽ തുമ്പിക്ക ചാനക്കുട്ടിയാണ്, മറ്റേതാണ് മറിച്ചതാണ്. പൊന്നു മക്കളെ, നിങ്ങളാരും തടിയില്ലാത്തതുകൊണ്ട് അസൂയോണ്ട് പറഞ്ഞ ഞാൻ ആനക്കുട്ടി പോത്തുംകുട്ടി എന്താ ചെയ്യിക്കോട്ടെ. നിങ്ങൾക്കിപ്പോൾ എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? അതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. നിങ്ങളിത് യൂട്യൂബ് തുറന്ന് കാണും ചെയ്യും, പിന്നെ ടൈം പാസ്സാന്ന് പറയും ചെയ്യും, പിന്നെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ ബാഡ് കമൻ്റ് ഇടുകയും ചെയ്യും. ഇതൊക്കെ എന്ത് സംസ്കാരമാണ് നിങ്ങൾക്കുള്ളത് മക്കളെ? സംസ്കാരം പഠിച്ച് വരണം കമൻ്റ് എഴുതുമ്പോൾ. പക്ഷെ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് തലച്ചോറുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും, ചോറ് തിന്നുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും. മനുഷ്യന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് നിങ്ങളെപ്പോലെ അകമ്പതിച്ച മനുഷ്യന്മാർക്ക് തീരെ കോമൺ സെൻസ് ഇല്ല, തലച്ചോറില്ലാത്തവരാണ് ഇങ്ങനത്തെ പേട് കമൻ്റ് എഴുതുള്ളൂ. ഞാൻ പറയണത്, ഞാൻ നല്ല തലച്ചോറുള്ള ആളാണ്. സെലു കിഷൻ വളപുരത്തിനെ കണ്ടുപിടിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഈ കാട്ടുന്നത് തെറ്റാണോ ശരിയാണോ നിങ്ങളെ മനസ്സാക്ഷിയോട് ചോദിക്കണം. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും കളിയാക്കുന്നു, ചിരിക്കുന്നു, പരിഹസിക്കുന്നു. പക്ഷേ ഞാൻ കരുത്തും പടച്ചോ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ തളരില്ല. ഒരു വാതിലടഞ്ഞ 10 വാതിൽ ഒപ്പം തുറക്കുന്നവളാണ് ഈ സെലു കിഷൻ. സെലു കിഷൻ്റെ കൂടെ അള്ള ഉണ്ട് കൂടെ, വേറെ ആരും വേണ്ട. സെലു കിഷൻ തളരില്ല. സെലു കിഷൻ അന്തസ്സോടെ മുന്നേറും. നിങ്ങളെ തളർത്താൻ ഞാനില്ല, അത് അള്ള തളർത്തിക്കോളും. ഓക്കെ മക്കളെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സി യു, അസ്സലാമു അലൈക്കും. താങ്ക് യു വെരി മച്ച്. അപ്പം നിങ്ങൾ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയാണ് പൊന്നു മക്കളെ. ഒരു ദിവസം നിങ്ങളെ പിടിക്കാൻ അസ്രായേൽ വരുമ്പോൾ നിങ്ങൾ പാവങ്ങൾ ചെയ്തിട്ടുള്ളവരൊക്കെ കണ്ടോളും. ഈ ചെറിയൊന്നും അപ്പം ഉണ്ടാവില്ല പള്ളിക്കാട്ടിക്ക് പോകുമ്പോഴേ മക്കളെ. അത് നിങ്ങൾ മനസ്സിലാക്കി നടന്നാൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും പരിഹസിക്കണം. ഞാനിങ്ങനെ വിജയിച്ച് നിങ്ങളെൻ്റെ കുറ്റം പറയുമ്പോൾ ഞാനിങ്ങനെ പൊന്തി മേലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങളെ ഈ ഭാഗത്ത് മൊത്തം എനിക്കാ ചെയ്യണത്. അത് നിങ്ങൾ മനസ്സിലാക്കണില്ല. നിങ്ങൾ കുറ്റം പറയണോ, ചിരിക്കണോ, പരിഹസിക്കണോ. പക്ഷെ മരിച്ചു പോകണമെന്നൊരു ചിന്ത ഉള്ളവർക്ക് ഇത് മനസ്സിലാവും. അത് ചതിയാണ്. ഇതിൻ്റെ ബാക്കിൽ നല്ല ചതി നടക്കുന്നുണ്ട്. ഞാൻ ചെയ്തതൊക്കെ തെറ്റാന്നുള്ളത് അത് ഒരു കാലഘട്ടം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പടച്ചവനെ, ഞാൻ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള മനസ്സാക്ഷി കുറ്റബോധം നിങ്ങൾ കാണുന്നത് ഈ റൂഹ് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ മാത്രമാണ് മക്കളെ. ഓരോരുത്തരും എന്നെ പഠിച്ചാരുന്ന കാര്യങ്ങൾ ഇന്നലെ തള്ളാനും തുറക്കിയെന്നും എന്തൊക്കെ കുട്ടികൾ വിളിക്കണം. ഇമ്മാരി പഠിപ്പിച്ചാതെ മക്കളിങ്ങനെ വിളിക്കുമോ? എന്തൊക്കെയാണ് പരിഹാസങ്ങൾ ഇന്നലെ ഞാൻ കേട്ടത്. ഞാൻ എൻ്റെ ചുണ്ടൊക്കെ രണ്ട് രസമുണ്ട്. അപ്പം മക്കളെ, സൂപ്പറായിട്ടില്ലേ? സെലു കിച്ചണിനെ പോലെ വേറൊരു കിച്ചൺ ഇവിടെ ഉണ്ടാവുമോ? ഞാൻ തന്നെ ലുക്ക് അല്ലേ, ഞാൻ തന്നെ പറയാ. ഓക്കെ, ബൈ.